എല്ലാവരും ബർത്ത്ഡേ വരുമ്പോൾ നമുക്കൊരു സ്പെഷ്യലാണല്ലേ. എന്ന് വെച്ചാൽ എന്തായാലും കിട്ടേണ്ടത് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് എന്തായിരിക്കും ഒരു സർപ്രൈസ് എന്ന് വെച്ചിട്ട് അങ്ങനെ ഇക്കൊല്ലത്തെ റിച്ചുവിൻ്റെ ബർത്ത്ഡേ ഇക്കൊല്ലത്തെ അല്ല അടുത്ത കൊല്ലമാണ് ജനുവരി 3-നാണ് റിച്ചുവിൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടേ അവൻ പറയുന്നൊരു കാര്യമാണ് കുറച്ചും കൂടെ വലിയൊരു സൈക്കിൾ വേണം എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ വർഷം മേടിച്ചു കൊടുക്കുക എന്നുള്ള ഓഫർ വന്ന് ലാസ്റ്റ് എത്തിയത് ഈ ഒരു വർഷത്തേക്കാട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല, ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് നോക്കി പോരാം, അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളുടെ ഡെക്കാത്ലോൺ വരെ വന്നതാണ്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇവിടെ വരുന്നത്. ഇതിൻ്റെ അടുത്ത് കൂടെ പോകുന്നുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ കയറിയിട്ടില്ല. ആവശ്യമില്ലാതെ കയറണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നെന്തായാലും കയറിയപ്പോൾ അച്ഛനും പോകണം നേരെ വിട്ടത് ചക്രഷൂൻ്റെ അടുത്തേക്കാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ടുപേരുടെയും ചർച്ചയും ടി വിയിൽ കാണലോ യൂട്യൂബ് എടുത്ത് നോക്കലോ ഒക്കെ ഈ ചക്രഷൂ പഠിക്കലും എങ്ങനെ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കാണലാട്ടോ അവരുടെ പണി. അങ്ങനെ അത് പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സൈക്കിളിൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ചെറിയ സൈക്കിൾ ഓട്ടിയിട്ട് വലിയ സൈക്കിളിൽ കയറിയപ്പോൾ അവന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അറിയാത്ത പോലെയായിരുന്നു കയറാനും പിടിക്കാനൊക്കെ അവന് ഭയങ്കര പേടി. അങ്ങനെ ജസ്റ്റ് ഏട്ടനൊന്ന് 1-2 വട്ടം പിടിച്ച് ഓടിച്ചപ്പോൾ അവൻ ഓക്കെ ആയി. കാരണം അവൻ്റെ സൈക്കിളിന് ബ്രേക്കൊന്നും ഇല്ല, ജസ്റ്റ് കാല് വെച്ചാലും എത്തുന്നതുകൊണ്ട് അങ്ങനെ ഒരു വിധം എങ്ങനെയൊക്കെയോ നോക്കി അവന് ഇഷ്ടമായിട്ടോ. പിന്നെ അവൻ വേണ്ടാന്നുള്ള മട്ടായി, അവന് പേടിച്ചിട്ട് പിന്നെ ഓട്ടിയപ്പോൾ അവനതങ്ങോട്ട് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കറങ്ങി ഒന്ന് ചുറ്റിയടിച്ച് വെറുതെ വന്ന് ഇനി പിന്നെ വന്നിട്ട് എടുക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളിതേ തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ ബായ്, വീണ്ടും കാണാം.